ഹലോ എവ്രി വൺ. അപ്പോൾ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് സപ്ലൈ ഓഫ് ദി നോസിനെ കുറിച്ചും അതുപോലെ എപ്പിസ്റ്റാക്സിസിനെ കുറിച്ചുമാണ്. എന്താണ് ഇവ എന്ന് നമുക്ക് കാണാം. ആദ്യമേ ബ്ലഡ് സപ്ലൈ ഓഫ് ദി നോസിനെ കുറിച്ച് പറയാം. അപ്പോൾ മൂക്കിന് സപ്ലൈ ചെയ്യുന്ന മേജറായിട്ടുള്ളത് 2 ആർട്ടറീസാണ്. ഒന്ന് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയും മറ്റേത് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയും. നമ്മൾ മിഡിൽ ടർബിനേറ്റ്, അതായത് നമ്മൾ നോസിൻ്റെ അനാറ്റമി പഠിക്കുമ്പോൾ പറയുന്നതാണ് മിഡിൽ ടർബിനേറ്റ്, ഇൻഫീരിയർ ടർബിനേറ്റ്, സുപ്പീരിയർ ടർബിനേറ്റ് എന്നൊക്കെ. അപ്പോൾ മിഡിൽ ടർബിനേറ്റ് എന്ന് പറയുന്നത് മൂക്കിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ അതുവഴി ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഇമാജിനറി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് മുകളിലുള്ള ഭാഗം, മൂക്കിൻ്റെ ഭാഗം, അതായത് ഈ ലൈന് മുകളിലുള്ള മൂക്കിൻ്റെ ഭാഗത്തിന് സപ്ലൈ ചെയ്യുന്നത് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയും ഈ ലൈനിന് താഴെയുള്ള മൂക്കിൻ്റെ ഭാഗം സപ്ലൈ ചെയ്യുന്നത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെയും ബ്രാഞ്ചുകളായിരിക്കും. ഓക്കെ, മൂക്കിൻ്റെ ബ്ലഡ് സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ 80% എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയാണ് സപ്ലൈ കൊടുക്കുന്നത്. വെറും 20% മാത്രമാണ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ സപ്ലൈ നടക്കുന്നത്. അപ്പം നമുക്ക് ഈ 2 ആർട്ടറിയാണ് നമ്മുടെ മൂക്കിന് സപ്ലൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഏതൊക്കെ ബ്രാഞ്ചുകളാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. ഓക്കെ, സോ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിക്ക് 3 ബ്രാഞ്ചസാണ് മൂക്കിൽ വരുന്നത്. ഒന്ന് സുപ്പീരിയർ ലബിയൽ ആർട്ടറി, സ്പീനോപാലറ്റൈൻ ആർട്ടറി ആൻഡ് ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി. സുപ്പീരിയർ ലബിയൽ ആർട്ടറി എന്ന് പറയുന്നത് ഫേഷ്യൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. അത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിക്ക് 2 ബ്രാഞ്ചസ് ഉണ്ട്. മാക്സിലറി ആർട്ടറി, ഫേഷ്യൽ ആർട്ടറി എന്ന് പറയുന്ന ബ്രാഞ്ചസ് ഉണ്ട്. ഈ ഫേഷ്യൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ് ശരിക്കും സുപ്പീരിയർ ലബിയൽ ആർട്ടറി എന്ന് പറയുന്നത്. സുപ്പീരിയർ ലബിയൽ ആർട്ടറി നമ്മുടെ അപ്പർ ലിപ്പിനും മൂക്കിനും സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയും സ്പീനോപാലറ്റൈൻ ആർട്ടറിയും ഇവ 2 പേരും മാക്സിലറി ആർട്ടറി എന്ന് പറയുന്ന എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് പാലറ്റിനെയും മൂക്കിനെയും സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സ്പീനോപാലറ്റൈൻ ആർട്ടറി ചെയ്യുന്നത് നമ്മുടെ നേസൽ ക്യാവിറ്റിക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നു. സോ ദീസ് ആർ ദി വേരിയസ് ആർട്ടറീസ്, ഓക്കെ, വിച്ച് ആർ ദി ബ്രാഞ്ചസ് ഓഫ് ECA പ്രൊവൈഡിങ് ബ്ലഡ് സപ്ലൈ ടു അവർ നോസ്. ഈ സ്പീനോപാലറ്റൈൻ ആർട്ടറിനെയാണ് ദി ആർട്ടറി ഓഫ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത്. മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ മിക്കപ്പോഴും വരുന്നത് ഈ സ്പീനോപാലറ്റൈൻ ആർട്ടറിയുടെ പ്രശ്നം കൊണ്ടായിരിക്കും. ഇതിൻ്റെ അകത്തൊന്ന് ബ്ലീഡിങ് ഉണ്ടായിട്ടാണ് യൂഷ്വലി നമുക്ക് എപ്പിസ്റ്റാക്സിസ് ഉണ്ട്. എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഫ്രം ദി നോസ്. ഓക്കെ, ഇനി ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 ബ്രാഞ്ചസാണ് മൂക്കിന് കൊടുക്കുന്നത്. ഒന്ന് ആൻറ്റീരിയർ എത്തമോയിഡൽ ആർട്ടറി, രണ്ടാമത്തേത് പോസ്റ്റീരിയർ എത്തമോയിഡൽ ആർട്ടറി. ഓക്കെ, ഇനി ഒന്നും കൂടി പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ബ്ലഡ് സപ്ലൈ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആൻഡ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. ICA എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയും ECA എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയും. ECA gives 80% of the nasal circulation and ICA only 20%. ഇനി എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി അഗെയിൻ മാക്സിലറി ആർട്ടറിയും ഫേഷ്യൽ ആർട്ടറി ഉണ്ട്. ഫേഷ്യൽ ആർട്ടറിയിൽ നിന്ന് സുപ്പീരിയർ ലബിയൽ ആർട്ടറി, ഇതാണ് SLA എന്ന് ഞാൻ ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നത്. മാക്സിലറി ആർട്ടറിയിൽ നിന്ന് സ്പീനോപാലറ്റൈൻ ആർട്ടറിയും ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയും ഉണ്ടാവുന്നു. ഇവരാണ് നമ്മുടെ മൂക്കിന് സപ്ലൈ ചെയ്യുന്ന ECAയുടെ ബ്രാഞ്ചസ്. ഇനി ICAയിൽ വന്നു കഴിഞ്ഞാൽ ICAയുടെ ബ്രാഞ്ചാണ് ഒഫ്താൽമിക് ആർട്ടറി എന്ന് പറയുന്നത്. ഈ ഒഫ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ചുകളാണ് ഈ ആൻറ്റീരിയർ എത്തമോയിഡലും പോസ്റ്റീരിയർ എത്തമോയിഡൽ ആർട്ടറീസും. ഓക്കെ, ഇനി എപ്പിസ്റ്റാക്സിസിലേക്ക് കിടക്കാം. എപ്പിസ്റ്റാക്സിസ് ഇസ് ബ്ലീഡിങ് ഫ്രം ഇൻസൈഡ് നോസ്. അത് മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചോര വരുന്നതിന് പറയുന്ന പേരാണ് എപ്പിസ്റ്റാക്സിസ്. നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ എപ്പിസ്റ്റാക്സിനെ പറയാം, എവിടെ നിന്ന് വേണമെങ്കിലും ചോര വരാം. ബട്ട് സ്റ്റിൽ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് വരാം, ബാക്ക് ഭാഗത്തുനിന്നും വരാം. ഈ ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കേസൽ ബാക്സ് പ്ലെക്സസ് എന്ന് പറഞ്ഞൊരു പ്ലെക്സസ് ഉണ്ട്. ഓക്കെ, ഈ കേസൽ ബാക്സ് പ്ലെക്സസ് എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലിറ്റിൽസ് ഏരിയ എന്ന് പറയാം. ഒരു ഏരിയ ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് കേസൽ ബാക്സ് പ്ലെക്സസ് എന്ന് പറയും. ഇവിടെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ബ്ലീഡിങ് നടക്കുന്നത്. സോ ദിസ് ഇസ് ദി ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസിനെ കുറിച്ചാണ് കേട്ടോ. സോ ആൻറ്റീരിയർ ഇൻഫീരിയർ പാർട്ട് ഓഫ് ദി നേസൽ സെപ്റ്റം, മൂക്കിൻ്റെ നേസൽ സെപ്റ്റം ഉണ്ടല്ലോ, അതിൻ്റെ ആൻറ്റീരിയർ ഇൻഫീരിയർ പാർട്ടിലായിട്ടാണ് ഈ ഒരു പ്ലെക്സസ് ഓഫ് ആർട്ടറി ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അത് ഫോം ചെയ്യുന്നത് സ്പീനോപാലറ്റൈൻ ആർട്ടറി, സുപ്പീരിയർ ലബിയൽ ആർട്ടറി, ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറി ആൻഡ് ആൻറ്റീരിയർ എത്തമോയിഡൽ ആർട്ടറീസ്. അപ്പോൾ ഇത്രയും ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കേസൽ ബാക്സ് പ്ലെക്സസ് ഉണ്ടായിരിക്കുന്നത്. പോസ്റ്റീരിയർ എത്തമോയിഡൽ ആർട്ടറി ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കേസൽ ബാക്സ് പ്ലെക്സസ്. അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലിറ്റിൽസ് ഏരിയ എന്ന് പറയുന്ന ഏരിയ
അവിടെയാണ് കേസിൽ ബ്ലാക്ക് പ്ലെക്സസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 4 ആർട്ടറീസ് കൂടിയാണ് സുപ്പീരിയർ ലബേൽ ആർട്ടറി, സ്പീനോ പാലഡിൻ ആർട്ടറി, ഗ്രേറ്റർ പാലഡിൻ ആർട്ടറി ആൻഡ് ആൻറ്ററോതമോയ്ഡൽ ആർട്ടറി. സോ അവരാണ് നമുക്ക് ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസിനെ കുറിച്ചാണ്. അതിന് കാരണമാവുന്നത് വുഡ്രസ് പ്ലെക്സസ് എന്ന് പറയുന്നതാണ്. ഇത് ആക്ച്വലി ആർട്ടറീസ് കാരണം ഉണ്ടാവുന്ന ഒരു പ്ലെക്സസ് അല്ല, ഇത് വീനസ് പ്ലെക്സസ് ആണ്. ഇത് കാണുന്നത് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ലാറ്ററൽ വാൾ ഓഫ് ദി നോസിലാണ്. ഓക്കെ, അതായത് ലാറ്ററൽ വാൾ ഓഫ് ദി നോസിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലെക്സസ് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് ബിഹൈൻഡ് ദി പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദി ഇൻഫീരിയർ ടർബിനേറ്റ്. നമ്മുടെ മൂക്കിനകത്ത് ഇൻഫീരിയർ ടർബിനേറ്റ്, നമ്മൾ നേരത്തെ മിഡിൽ ടർബിനേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇൻഫീരിയർ ടർബിനേറ്റ് എന്ന് പറയുന്നൊരു ടർബിനേറ്റ് ഉണ്ട്. ആ ടർബിനേറ്റിൻ്റെ പോസ്റ്റീരിയർ എൻഡിന് ബിഹൈൻഡ് ആയിട്ടാണ് നമുക്ക് യൂഷ്വലി ഈ ഒരു വുഡ്രസ് പ്ലെക്സസ് കാണാൻ സാധിക്കുന്നത്. സോ ദിസ് ഈസ് ദ പിക്ചർ ഷോയിങ് ദ വുഡ്രസ് പ്ലെക്സസ് ആസ് വെൽ ആസ് ദി കേസിൽബാക്സ് പ്ലെക്സസ്. നെക്സ്റ്റ് ഈസ് കോസസ് ഓഫ് എപ്പിസ്റ്റാക്സിസ്. സോ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് കോസസ് ഓഫ് എപ്പിസ്റ്റാക്സിസ് എന്നുള്ളതാണ് നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്നത്. കുഞ്ഞു കുട്ടികളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ മൂക്കിൽ നിന്ന് ചോര വന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മൂക്കിനകത്ത് കൈയിട്ടിട്ടാണ് ഈ ചോര വരുന്നത്. ഓക്കെ, ഫിംഗർ നെയിൽ ട്രോമ, മൂക്കിൽ ഇങ്ങനെ ചുരണ്ടി നെയിൽസ് കൊണ്ട് ചുരണ്ടി അങ്ങനെ വരുന്നത്. പിന്നെ നോസ് പിക്കിങ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ യങ്ങർ പീപ്പിൾ, അതായത് കുറച്ച് യങ് ഏജുള്ള ആൾക്കാർക്കാണ് യൂഷ്വലി എന്തെങ്കിലും ആക്സിഡൻ്റൽ ട്രോമാസ് കാരണമായിരിക്കാം ഉണ്ടാകുന്നത്. മൂക്കിനിട്ട് ആരെങ്കിലും ഇടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാം. അവിടെ ഈ വെയിൻ എന്ന് പറയുന്ന ബേസിക്കലി ദ വെയിൻ ഇൻവോൾവ് ഇസ് റെട്രോ കൊളമെല്ലാർ വെയിൻ എന്ന് പറയുന്ന വെയിനാണ് ഈ ബ്ലീഡിങ്ങിന് കാരണമാകുന്നത്. അടുത്തത് പ്രായമായിട്ടുള്ള എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ബേസിക്കലി സിസ്റ്റമിക് ഡിസീസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ, അതെറോസ്ക്ലെറോസിസ് പോലുള്ള ഡിസീസസ് കാരണമാണ് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. മറ്റൊരു കാരണം ബ്ലീഡിങ് ഡിസോർഡേഴ്സാണ്. ഹീമോഫീലിയ, വോൺ വില്ലിബ്രാൻഡ് ഫാക്ട് ഡെഫിഷ്യൻസി ഒക്കെയുള്ള ആൾക്കാർക്ക് ബ്ലീഡിങ് ഇങ്ങനെ ഉണ്ടാവാം. പിന്നെ യൂസ് ഓഫ് ആൻറ്റികോയാഗുലൻസ്, അതായത് ബ്ലഡ് കട്ടയാവാതിരിക്കാനായിട്ട് അവർ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകൾ, ആസ്പിരിൻ, വെർഫാരിൻ, ഹെപ്പാരിൻ, ക്ലോപ്പിഡോഗ്രൽ പോലെയുള്ള മരുന്നുകൾ. ഈ ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഇത് കഴിക്കാറുണ്ട്. അടുത്താണ് ഡെങ്കി ഫീവർ. ഡെങ്കി ഫീവർ എന്ന് പറഞ്ഞാൽ ഒരു ഡെങ്കി ഹെമറേജിക് ഫീവറാണ്. അപ്പം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ബ്ലീഡിങ് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഈ പറയുന്ന ഡെങ്കി എന്ന് പറയുന്നത്. അപ്പോൾ ഡെങ്കി ഉണ്ടെങ്കിലും നമ്മുടെ കൊയാഗുലേഷനെ ഇതൊക്കെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ക്യാൻ ഓൾസോ കോസ് എപ്പിസ്റ്റാക്സിസ്. പിന്നെ എന്താണ്, നേസൽ ട്യൂമേഴ്സ്, മൂക്കിനകത്ത് എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ബ്ലീഡിങ് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റ് ഓഫ് എപ്പിസ്റ്റാക്സിസ് ആണ്. ഓക്കെ, എപ്പിസ്റ്റാക്സിസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ട്രോട്ടേഴ്സ് മെത്തേഡാണ്. അതായത് പിഞ്ച് ചെയ്യുക, മൂക്ക് നമ്മൾ പിഞ്ച് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പിക്ചർ താഴെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ പിഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പേഷ്യൻറ്റിനെ ഇരുത്തി ഒന്ന് ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിട്ട് മൂക്കിൽ നന്നായി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, എസ്പെഷ്യലി ആൻറ്റീരിയർ ഇൻഫീരിയർ പാർട്ട് ഓഫ് ദി നേസൽ സെപ്റ്റത്തിലാണ് കൂടുതൽ ചാൻസ്. അങ്ങനെ നന്നായി പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കൊയാഗുലേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊരു 3 to 5 minutes നമ്മൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ ഒരു മെത്തേഡ് ഏറ്റില്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ഇൻ്റർവെൻഷൻസിലേക്ക് കടക്കേണ്ടി വരും. ആദ്യത്തേതാണ് ടോപ്പിക്കലായിട്ടുള്ള വാസോ കൺസ്ട്രിക്റ്റേഴ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതായത് കോട്ടൺ എന്തെങ്കിലും മുക്കിയിട്ട് നമ്മൾ വാസോ കൺസ്ട്രിക്റ്റർ, അതായത് ബ്ലഡ് വെസൽസ് ചുരുകാനായിട്ടുള്ള മെഡിസിൻസുകൾ നമ്മൾ ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. സൈലോമെറ്റാസോളൈൻ, ഓക്സിമെറ്റാസോളൈൻ, അഡ്രിനാലിൻ ഒക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് കെമിക്കൽ കോട്ടറൈസേഷൻ. നമ്മൾ കെമിക്കൽസ് വെച്ചിട്ട് ഇതിനെ കരിക്കുകയാണ്. ഈ ബ്ലീഡ് ചെയ്യുന്ന ഭാഗത്തെ കരിച്ച് ജസ്റ്റ് വയ്ക്കുകയാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇത് കൂടാണ്ട് കാർബോളിക് ആസിഡും നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആൻറ്റീരിയർ നേസൽ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഉള്ളിൽ ആൻറ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണെങ്കിലാണ് ആൻറ്റീരിയർ നേസൽ പാക്കിംഗ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുള്ളൂ. മൂക്കിനുള്ളിലേക്ക് ഇങ്ങനെ ലെയർ പോലെ ഇങ്ങനെ നമ്മൾ ഗോസ് ചുരുട്ടി നമ്മൾ അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നോർമൽ സലൈൻ ഒഴിക്കുകയാണ്. നോർമൽ സലൈൻ ഒഴിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഗോസ് കുറച്ച് വീർക്കും, അങ്ങനെ അതിനകത്തേക്ക് ഫിറ്റായിട്ടിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റീരിയർ നേസൽ പാക്കിങ്ങിൽ ചെയ്യുന്നത്. പോസ്റ്റീരിയർ നേസൽ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റീരിയർലി നമ്മൾ കയറ്റണം. അപ്പോൾ സോ ദർ ഈസ് റിക്വയർമെൻറ്റ് ഓഫ് ജനറൽ അനസ്തേഷ്യ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പാക്കിങ് ചെയ്യുന്നത്. ഏതൊരു പാക്കിംഗ് ആണെങ്കിലും ഇത് 48 മണിക്കൂറിൽ കൂടുതൽ പാക്കിങ് ചെയ്ത് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റഫൈലോകോക്കസ് വന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനും ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറഞ്ഞുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
എപ്പോഴും ഒരു 48 hours കൂടുതൽ നമ്മൾ ഏതൊരു പാക്കിംഗ് ആയാലും മാറ്റും. ഇനി ആൻറ്റിന നേസൽ പാക്കിംഗ് ഇപ്പോൾ ഗോസ് വെച്ച് മാത്രമല്ല നമുക്ക് ഈ ചെയ്യാൻ പറ്റുക. മിറോസൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാക്കിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് കയറ്റി വെച്ചാലും മതി, അല്ലെങ്കിൽ ഇതൊരു പോളിവിനൈൽ ആൽക്കഹോളാണ് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഗോസ് ഇത് നോർമലി ചെയ്യുന്ന സാധനം ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ് എൻഡോസ്കോപ്പിക് സ്പീനോപാലറ്റിൻ ആർട്ടറി ലിഗേഷൻ. അതാണ് ടെസ്ഫാൽ എന്ന് പറയുന്ന ടെക്നിക്ക്. അതായത് സ്പീനോപാലറ്റിൻ ആർട്ടറിനെ ലൈഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇപ്പം സ്പീനോപാലറ്റിൻ ആർട്ടറി ലൈഗേറ്റ് ചെയ്തിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി, ഇപ്പം നമ്മൾ എൻഡോസ്കോപ്പി വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ് എവിടെയാണ് ഈ ബ്ലീഡിങ് എന്നുള്ള സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ലൈഗേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി അടുത്ത് നമുക്ക് ലൈഗേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിനെ നമുക്ക് ലൈഗേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. ബിക്കോസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫേറ്റൽ ഫോർ അസ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാറില്ല. നമുക്ക് ഇതൊരു ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ആണോ എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിക്ക് നെക്കിൽ ബ്രാഞ്ചസ് ഇല്ല. എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ പ്രത്യേകതയാണ് ഇറ്റ് ഹാസ് ബ്രാഞ്ചസ് ഇൻ ദി നെക്ക്. ഓക്കെ, അതാണ് നമ്മൾ എങ്ങനെ ഈസിയെയും ഐസിയെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടും, അതായത് ഈസിയെ ചെയ്തിട്ടും ഈസിയെ ലൈഗേറ്റ് ചെയ്തിട്ട് ഇത് ബ്ലീഡിങ് മാറുന്നില്ലെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എത്തമോയിഡൽ ആർട്ടറീസ്. ഐസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ എത്തമോയിഡൽ ആർട്ടറീസിനെ നമ്മൾ ലൈഗേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതൊന്നും ചെയ്തിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ വി ഹാവ് ടു റൂൾ ഔട്ട് അതർ കോസസ് ഓഫ് എപ്പിസ്റ്റാക്സ്. അതായത് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ പേഷ്യൻറ്റിന്. ഓക്കെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഹൈപ്പർ ടെൻഷൻ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് എഗെയിൻ വൺ മോർ ടൈം ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് നീസൽ പാക്കിംഗ് നീഡ് ടു ബി റിമൂവ്ഡ് വിത്തിൻ 48 hours, അല്ലെങ്കിൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാക്കും. സോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സിൽ ഒരെണ്ണം കാണിച്ചിരിക്കുന്നത് നമ്മൾ ട്രോട്ടേഴ്സ് മെത്തഡാണ്, അതുതന്നെയാണ് സെക്കൻഡിലും കാണിച്ചിരിക്കുന്നത്. ആൻഡ് തേർഡിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മിറോസൽ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്. അതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ്. So this is how you manage epistaxis. Okay, so that's all for this session, and thank you so much for the kind listening. Thank you again.